അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് അവരുടെ മുമ്പിൽ വെച്ച് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ശ്രദ്ധ അവനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് ഇപ്പോൾ തല്ലു പിടിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അത് അവനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാ ടീച്ചറെ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് രണ്ടും കൂടി തല്ലുപിടിക്കും. നിങ്ങൾ വഴക്കൂടായിരിക്കണം. അല്ല ആര് തല്ലുപിടിക്കാതിരിക്കണോന്ന്? നിങ്ങൾ രണ്ടുപേരും. ഇതാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ ക്ലീറ്റ് നാഴികക്ക് 40 വട്ടം പറയും പോലീസായ എന്താടാ കാര്യം, പഠിച്ചിട്ട് എന്താടാ കാര്യം, നീ എന്നെ അതിനനുസരിച്ച് തിരിച്ചു പറയും. ഞാൻ രാഷ്ട്രീയക്കാരൻ ഇവനെ കളിയാക്കുന്നതാണ്, അല്ല രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നിട്ടല്ല, അവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നേരം പോക്കിന് പറയണതാണ്, അല്ലാതെ മനസ്സിലൊന്നും വെച്ചോണ്ട് പറയണല്ല. നിങ്ങളിപ്പോൾ ഇതിനെ കുറിച്ച് ആലോചിച്ചൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവന്റെ ഈ പ്രായത്തിലുള്ള വികൃതി അത് എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്, അത് നമുക്ക് മാറ്റിയെടുക്കാന്നേ. ടീച്ചറെ പറഞ്ഞും വിചാരിക്കണ്ട, ഞാൻ തിരക്കാണെന്ന് എനിക്കറിയാം. സമയം കിട്ടിയാൽ ഇവന് ഈ തറയും പറയും പനയൊക്കെ ഒന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാം മൊത്തത്തിലെല്ലാം ഒന്ന് അവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അതിനെന്താ ഒരു ടെൻഷനും വേണ്ട, സമയം കിട്ടുമ്പോൾ അവനെ വിട്ടോളൂ, ഞാൻ അവന് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം വേറെ ടീച്ചർമാരെ പോലെ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റെപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്യൂഷൻ അങ്ങ് മതിയാക്കാം, വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. ടീച്ചറാകുമ്പോൾ ടീച്ചറിന് സമയമുള്ളപ്പോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമല്ലോ. ഹലോ, അത് നടക്കൂല. ഞങ്ങള് കുറെ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അയ്യോ അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. കെയർ ഓഫിലല്ലോ. ഒരു പൊതുപ്രവർത്തകൻ സേവനമാണ് ചെയ്യണത്, അപ്പൊ അതുപോലെ ആ സേവകന് ടീച്ചർ വേറൊരു സേവനം. ഞാൻ ഫ്രീ ആയിട്ട് അമ്മയിൽ എപ്പോ വേണമെങ്കിലും മോനോട് വിട്ടോളൂ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ്. എടുക്കാം. കുട്ടിയെ ടീച്ചറാ. ടീച്ചർ കുട്ടി എന്തായാലും ടീച്ചർ വന്ന് നന്നായി. തക്കുടുവിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒഴിവുള്ളപ്പോൾ ടീച്ചർ പറഞ്ഞാൽ മതി, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കുട്ടീനെ കുറച്ച് നേരം ടീച്ചർ ഇട്ട് കൊടുന്നാക്കാം. ഞായറാഴ്ച അങ്ങോട്ട് കൊണ്ടില്ല. ഇത് അങ്ങോട്ട് കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരാതിരിക്കരുത്, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടും വരണം. അല്ല ടീച്ചറെ, എന്താ ടീച്ചർ കല്യാണം കഴിക്കാത്തത്? അതങ്ങനെയാണ്, കല്യാണം നടന്നില്ല, സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്. പിന്നെ കൊറോണ വന്നപ്പോൾ കഷ്ടപ്പാട് കൂടി, കുറേ ജോലികൾക്ക് പോയി, ഒന്നും ശരിയായില്ല. അങ്ങനെ ഞാനും അമ്മയും അങ്ങനെ പോയി, ആ ഒഴുക്കിലങ്ങോട്ട് പോയി. അല്ല അങ്ങനെ ആരും ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട, കുടുംബക്കാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതില്ലേ കനക? അല്ലേ ഇപ്പോൾ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ കുറഞ്ഞു. കനക സാറിനെ അന്ന് കണ്ടതിന് ശേഷം കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ അടുത്ത് തന്നെ ഇപ്പോൾ ജോലി ചെയ്യാമല്ലോ, അതിനോടൊരു സൗകര്യം കൂടി ആയി. അതൊരു വലിയ ആശ്വാസം. പറഞ്ഞ പോലെ ഇപ്പം എല്ലാം ഒക്കെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലെത്തിയല്ലോ. അപ്പം ഇനിയിപ്പോൾ ഒരു കുടുംബമൊക്കെ ആയിക്കൂടെ എന്നുള്ളതാണ്. ഇവരെല്ലാം വളരെ അതെ, എനിക്കൊരു അനിയനുണ്ടേ, നല്ല തങ്കപ്പെട്ട സ്വഭാവ, വലിയില്ല കുടിയില്ല, ഇഷ്ടം പോലെ കാശുകൊണ്ട്, കാണാനും സുന്ദരൻ. നമുക്കൊന്ന് ആലോചിച്ചാലോ? പയ്യനെ വെളു പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. അല്ല പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മയ്ക്ക് സ്വന്തം ഒരു മകനെ കിട്ടും, അത് ഉറപ്പാ. ഒന്നാലോചിച്ചാലോ? അത് ഞാനിപ്പോൾ പെട്ടെന്ന് ഞായറാഴ്ച തക്കുട് വരില്ലേ അങ്ങോട്ട്, അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നാൽ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല. അങ്ങനെ വേണം.